കോഴിക്കോട് താമരശ്ശേരിയിൽ കാർ തടഞ്ഞു നിർത്തി സ്വകാര്യ ബസ് ജീവനക്കാർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന് പരാതി വരുന്നു. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലെ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി അലൻ ജോസിനാണ് മർദ്ദനമേറ്റത്. കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോവുകയായിരുന്ന ഫീനിക്സ് ബസ്സിലെ ജീവനക്കാർ മർദ്ദിച്ചു എന്നാണ് പരാതി. ഞങ്ങൾ എൻ്റെ വീട് അടിവാരാണ്. ഞങ്ങൾ മുക്കത്തി ഞങ്ങളുടെ കൂട്ടാൻ വിടാൻ പോകുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇതിൽ 22 തൊട്ട് ഒരു പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും തമ്മിൽ മത്സരം പോലെയായിരുന്നു. അത് കഴിഞ്ഞ് പുല്ലാഞ്ഞിമേട് എത്തിയപ്പോൾ KSRTC കയറിപ്പോയി. പ്രൈവറ്റ് ബസ്സുകാരൻ കയറാൻ നേരത്ത് ഞങ്ങൾക്ക് സൈഡില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിർത്തേണ്ടി വന്നു. അപ്പോൾ അതിൽ കണ്ടക്ടർ ഇറങ്ങി ഒന്ന് ചൂടാവുകയും എന്നെ വണ്ടി ഓടിക്കുന്ന തന്നെ കഴുത്തിൽ തല്ലുകയും കൈയിനൊക്കെ തല്ലുകയും മുഖത്തൊക്കെ അടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവർ എന്തോ പറഞ്ഞ് നേരെ ബസ് എടുക്കുകയും എൻ്റെ വണ്ടീൻ്റെ ബാക്കിൽ ഇരിക്കാൻ പോവുകയും ഞാൻ എടുത്ത് സൈഡാക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വട്ടം വെക്കുന്ന രീതിയിൽ ഒരു വളവിന് വെക്കുകയും ചെയ്തു. രതീഷ് വാസവനോട് നോക്കിപ്പം രതീഷ്, ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്? സേതു, ഇന്ന് ഒരു മുക്കത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിലെ ഒരു 100 സ്വദേശിയാണ് ഈ അലൻ. വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ഈ വരുന്ന സമയത്ത് സ്വകാര്യ ബസ്സിനെ മറികടന്ന അമിത വേഗതയിൽ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് ഫീനിക്സ് ബസ് മറികടന്നു വരികയും ഇവരുടെ വാഹനത്തെ തൊട്ട് ഒരുമി കടന്നു പോകുന്നു. ഇവർ എന്താണ് കാര്യമെന്ന് അലന്റെ സുഹൃത്ത് ക്ലീനറോട് കൈയിട്ട് ചോദിക്കുന്നു. തുടർന്ന് പൊടുന്നനെ ബസ് നിർത്തുകയും കാറിലേക്ക് എത്തി അലനെ കഴുത്തിന് പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥിയുടെ പരാതി. എന്തായാലും അമിത വേഗതയുമുണ്ട്. ഇത്തരത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മറ്റ് വാഹനങ്ങളിലെ ആളുകളോട്, ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ആളുകളോട്, ചെറിയ വാഹനങ്ങളിലെ ആളുകളോട് ഇത്തരത്തിൽ പെരുമാറുന്നത് നിത്യസംഭവമാണ്. മാത്രമല്ല ഈ മർദ്ദനം ഉൾപ്പെടെ ഈ പതിവ് സംഭവമാവുന്ന കാഴ്ചകളും കൂടിയുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് അലൻ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഈ പ്രദേശത്ത് ദീർഘദൂര ബസ്സുകളിലെ ഈ ജീവനക്കാരാണ് ഇത്തരത്തിൽ ഈ സമയവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ ഇത്തരം ആളുകളെ മർദ്ദിക്കുന്ന തരത്തിലേക്കും കൂടെ പോകുന്നത് എന്നതാണ് സംഭവം. ശരി രതീഷ്, വ്യക്തമാണ്. കോഴിക്കോട് താമരശ്ശേരിയിലാണ് കാർ തടഞ്ഞു നിർത്തി സ്വകാര്യ ബസ് ജീവനക്കാർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്.